മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. യഥാർത്ഥത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെക്കുറിച്ചോ നമ്മളുടെ വീട്ടുകാരെക്കുറിച്ചോ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ ധർമ്മത്തെക്കുറിച്ചോ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചോ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ സഭ്യമായിട്ടോ അസഭ്യമായിട്ടോ പറയുന്നത് ഇന്ന് വളരെ സാധാരണയായിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിലെല്ലാം അത് നിറഞ്ഞിരിക്കാറുമുണ്ട്. ആ പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ കണ്ടിട്ട് ചിലരുടെ കമന്റുകൾ കേട്ടിട്ട് ചിലർ പ്രതികരിക്കുമ്പോൾ ഇമെയിൽ വഴിക്കും യൂട്യൂബ് വഴിക്കും വാട്സപ്പ് വഴിക്കും ലിങ്കേജുകൾ അയച്ചു കൊടുക്കുന്ന രീതിയിലൂടെയുമെല്ലാം വളരെ വികാര തീവ്രമായിട്ട് പ്രതികരിക്കാറുണ്ട്. ഇന്നലെ ഒരാൾ എൻ്റെ വാട്സപ്പിലൂടെ ഒരു 5 MP വരുന്ന ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഇയാൾ കമൻ്റ് അയച്ചിരിക്കുന്നതിൽ അയാളുടെ ദേഷ്യം മുഴുവനും ആ വാക്കുകളിൽ തീർത്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം വാട്സപ്പിലൂടെ വരുന്ന ചില കമന്റുകൾ വളരെ നിലവാരം താഴ്ന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അത് മുഴുവനും ഇമോഷണലായിട്ട് വളരെ ലോ ലെവലിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമായിട്ടെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ വ്യക്തികൾ, നാടിനെതിരെയും സംസ്കാരത്തിനെതിരെയും പ്രവർത്തിച്ച വ്യക്തികളൊന്നും ഇത് കാണണമെന്നില്ല, കേൾക്കണമെന്നില്ല. പക്ഷെ നിരപരാധികളായിട്ട് ഈ വാട്സപ്പ് ആർക്കൊക്കെ ലഭിക്കുന്നോ, മെസ്സേജ് ആർക്കെല്ലാം ലഭിക്കുന്നോ അവർ മാത്രമാണ് ഇത് കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്. ഇപ്പോൾ വികാര തീവ്രമായിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം വിചാര തീവ്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. ഈ ലോകത്തിൽ നന്മ പറയുന്നവരുണ്ട്, തിന്മ പറയുന്നവരുണ്ട്, നന്മകൾ ചെയ്യുന്നവരുണ്ട്, തിന്മകൾ ചെയ്യുന്നവരുണ്ട്, വേണ്ടത് ചെയ്യുന്നവരുണ്ട്, വേണ്ടാത്തത് ചെയ്യുന്നവരുണ്ട്. വേണ്ടത് ചെയ്യുന്ന വ്യക്തി തന്നെ ചിലപ്പോൾ വേണ്ടാത്തത് ചെയ്യുന്നവരുണ്ടാവും. ഇതൊക്കെ മിക്സ്ചറായിട്ടുള്ള ലോകമാണ്. അത് ഇന്ന് മാത്രമല്ല, പണ്ട് ദശരഥ മഹാരാജാവിനോട് വിശ്വാമിത്രൻ ചോദിച്ചത്, ഞങ്ങൾ നടത്തുന്ന യാഗത്തെ സംരക്ഷിക്കാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും അയക്കണമെന്നാ പറഞ്ഞത്. അതെന്തിനാ സംരക്ഷണം വേണ്ടി വന്നത്? ആ യാഗത്തെ ഇല്ലാതെയാക്കുന്നവർ ത്രേതായുഗത്തിലും ഉണ്ടായിരുന്നു. യാഗത്തെ എതിർക്കുന്നവരും നശിപ്പിക്കുന്നവരും പുച്ഛിക്കുന്നവരും അവഹേളിക്കുന്നവരും നിരാകരിക്കുന്നവരും അത് നടത്തുന്നവരെ കൊല്ലുന്നവരും എല്ലാം ത്രേതായുഗത്തിലും ഉണ്ടായിരുന്നു. അതുപോലെ ദ്വാപരയുഗത്തിലും ഉണ്ട്. അധർമ്മം ചെയ്യുന്നവര് എന്ന് ധർമ്മം ചെയ്യുന്നവർക്ക് തോന്നുന്നവര് യുഗയുഗാന്തരങ്ങളായിട്ട് അന്നും ഇന്നും എന്നും ഉണ്ട്. അതുകൊണ്ട് തിന്മ ചെയ്യുന്നവർ ഇപ്പൊ മാത്രമേ ഉള്ളൂ, 21ാം നൂറ്റാണ്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കുന്നതിൽ അർത്ഥമില്ല. ഒന്നുകൂടി നോക്കാം, വളരെ വ്യക്തമായിട്ട് രീതി. എന്തെല്ലാം സംഭവിച്ചാലും ക്രൈസ്തവ പുരോഹിതന്മാരോ ക്രൈസ്തവ ജനതയോ ഒന്നിനും പ്രതികരിക്കാറില്ല. എന്തെല്ലാം വിമർശനങ്ങൾ അവർക്കെതിരെ വന്നാലും അവരൊന്നിനും പ്രതികരിക്കാറില്ല. ഒരുപക്ഷെ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കെതിരെയും എൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും ആരെന്ത് ചെയ്താലും നീ അവനോട് പൊറുക്കുക, കർത്താവ് അതിന് മറുപടി കൊടുത്തുകൊള്ളും എന്ന വരിയായിരിക്കാം അവർക്ക് അതിന് ഉപോത്ബലകമാവുന്നത്. ഏതായാലും അവർ പ്രതികരിക്കാറില്ല. തിന്മ നിറഞ്ഞ രീതിയിലും പ്രതികരിക്കാറില്ല, നന്മ നിറഞ്ഞ രീതിയിലും പ്രതികരിക്കാറില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് അവർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പലപ്പോഴും ഹൈന്ദവ ജനത അങ്ങനെയല്ല, ഇസ്ലാമിക ജനതയും അങ്ങനെയല്ല. ഹൈന്ദവ ജനത വാക്കുകളിൽ ശക്തമായിട്ട് പ്രതികരിക്കുന്നു, അടുത്ത ദിവസം വളരെ നോർമലാവും. പ്രവർത്തിക്കേണ്ടത് പലപ്പോഴും പ്രവർത്തിക്കാറില്ല. എന്ത് കുറവാണോ നമ്മളെ വിമർശിക്കുന്നവർ നമ്മളിൽ കാണുന്നത്, അതൊന്ന് പരിഹരിക്കാനുള്ള പ്രവർത്തനത്തിനുള്ള വിമർശനമായിട്ട് ആ വരികൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും വിമർശനങ്ങളാണ് അനുമോദനങ്ങളെക്കാൾ നല്ലത് എന്നുള്ളത് മനസ്സിലാവും. നമ്മളിലുള്ള കുറവുകൾ പരിഹരിക്കാനും തിന്മകൾ ഇല്ലാതെയാക്കാനും ഈ ശക്തമോ അല്ലെങ്കിൽ അധിക്ഷേപാർഹമോ ആയിട്ടുള്ള വാക്കുകൾ നമ്മളെ വളരെയേറെ മാറ്റം വരുത്താനായിട്ട്
പ്രചോദനം നൽകുന്നതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മൾ അതേപോലെയുള്ള വാക്കുകൾ, എന്നാൽ പ്രയോജനമില്ലാത്ത വാക്കുകൾ, വികാരം തുളുമ്പുന്ന വളരെ തെറിക്ക് തുല്യമായിട്ടുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ വികാരം നമ്മളെയാണ് കീഴടക്കുക. വികാരം നമ്മളെ കീഴടക്കുന്നു. വിചാരമാണ് നമ്മളെ കീഴടക്കേണ്ടത്. നമ്മൾ വികാരത്തെ കീഴടക്കണം. നമ്മൾ വിചാരത്തിന്റെ അടിമയാവണം. വിചാരത്തിന്റെ അടിമ. കാരണം തോട്ട് ഇൻപുട്ട് ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. പിന്നെ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം പ്രതികരിച്ചുകൊണ്ട് കാര്യമില്ല. ഇന്നലത്തെ മാതൃഭൂമിയിൽ, ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ മാതൃഭൂമിയിൽ നല്ലൊരു ചെറിയ വാർത്തയുണ്ടായിരുന്നു. ഒരു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രസവിച്ച് 5 മണിക്കൂറിനുള്ളിൽ ആ കുഞ്ഞിന് ഭക്ഷണം മുലപ്പാല് കൊടുക്കേണ്ടത് കൊടുത്തില്ല. മതപുരോഹിതൻ പറഞ്ഞിട്ട് ആണ് കൊടുക്കാതിരുന്നത്. മതപുരോഹിതൻ പറഞ്ഞു 5 മണിക്കൂർ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് പത്രത്തിൽ വരാൻ കാരണം എന്തായിരുന്നു അറിയോ? ആ ആശുപത്രിയിലെ നഴ്സ് അത് പോലീസിനെ അറിയിച്ചു. അപ്പൊ ശരിക്ക് അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടതുപോലെ അറിയിച്ചത് കൊണ്ട് ആ വാർത്ത പുറത്തേക്ക് വന്നു. ആ ചെറിയ കുട്ടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഏത് മതത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ആ നിരപരാധിയായ പിഞ്ചു കുഞ്ഞ് അമ്മയുടെ മാറിടത്തിൽ നിന്ന് കിട്ടേണ്ട ആ പാല് കിട്ടാതെ മതത്തിന്റെ പേരിൽ ഒരുപക്ഷെ മരിച്ചു പോകുമായിരുന്നു. അതിന് ആക്ഷൻ എടുക്കാൻ കാരണം ആ നഴ്സ് കാണിച്ച ചങ്കൂറ്റമാണ്. ഒരുപക്ഷെ ആ നഴ്സ് മറ്റ് നഴ്സുമാരോടെല്ലാം സംസാരിച്ച് വികാര തീവ്രമായിട്ട് പ്രതികരിച്ചിരുന്നു എങ്കിൽ എന്ത് ആണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കാതെ വെറുതെ വാചക കസർത്തോടുകൂടി ആ കുട്ടിയുടെ ജീവൻ ഒരുപക്ഷെ പോകുമായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് വളരെ ഭംഗിയായിട്ട് ചെയ്യാം. ഞാൻ മിനിഞ്ഞാന്ന് യൂട്യൂബിൽ പറയുകയുണ്ടായി, ഹിന്ദുക്കൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അർഹതപ്പെട്ടത് കിട്ടാൻ മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇന്നലെ കുറേ വിഭാഗം ജനങ്ങളുടെ അടുത്ത് ഞാൻ ഈ സന്ദേശം കൊടുക്കുകയുണ്ടായി. പാവപ്പെട്ട വിധവകളുണ്ട്, വൃദ്ധരുണ്ട്, അനാഥരുണ്ട്. അവർക്കെല്ലാം മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ചെറിയ ചെറിയ പെൻഷൻ കൊടുക്കാനുള്ള പരിപാടികൾ പിണറായി വിജയന്റെ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആരാവിഷ്കരിച്ചാലെന്താ? ഇടതുപക്ഷക്കാരായാലും വലതുപക്ഷക്കാരായാലും മധ്യപക്ഷക്കാരായാലും വിധവകൾക്കും പാവപ്പെട്ടവർക്കും വൃദ്ധർക്കും അനാഥർക്കും പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. എല്ലാ മുസ്ലിങ്ങളും അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫോം ഫില്ല് ചെയ്തിട്ട് അവിടെ കൊണ്ടു കൊടുക്കുന്നു എങ്കിൽ, ക്രിസ്ത്യാനികൾ അവരുടെ രീതിയിൽ ചെയ്യുന്നു എങ്കിൽ, ഹിന്ദുക്കൾക്ക് അവരുടെ രീതിയിൽ ചെയ്തുകൂടെ? പല പല ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകൾ ഉണ്ടല്ലോ. NSSകാർക്ക് NSSലുള്ള പാവപ്പെട്ടവർക്ക് ചെയ്യാം, SNDPക്കാർക്ക് അതിലുള്ള പാവപ്പെട്ടവർക്ക് ചെയ്യാം, ഏതൊക്കെ വിഭാഗത്തിലുള്ള അങ്ങനെയും എടുക്കാം. ഈവൻ ജാതി സമ്പ്രദായം പോലും ഇതേ രീതിയിലുള്ള നന്മയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സില്ല, വേണ്ട. അവരവരുടെ ആൾക്കാർക്ക് വേണ്ടി അവരവർക്ക് പ്രവർത്തിച്ചൂടെ? അങ്ങനെ പ്രവർത്തിക്കലാണ് ഈ വളരെ ഇമോഷണലായിട്ട് വികാര തീവ്രമായിട്ട് വാട്സപ്പിലൂടെയോ അല്ലാതെയോ എല്ലാം പ്രതികരിക്കുന്ന ഒരു രീതിയേക്കാൾ നല്ലത്. ഈ പ്രതികരണത്തിന് മറ്റു പലരിലും ഒരുപക്ഷെ വികാരം കുറച്ചു നേരത്തേക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരും. പിന്നീട് അത് ഉണ്ടാക്കുന്നത് വികാരത്തെക്കാൾ ഉപരി അപകർഷതാബോധമോ അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥയിലുള്ള ഹെൽപ്ലെസ്നെസ്സോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കാം. പകരം പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് വികാര തീവ്രമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് കുറേ വികാരം മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഭാരതീയ പൈതൃകത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും സംരക്ഷകരായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവര് നല്ല ബന്ധാവിലൂടെ പോകട്ടെ, നല്ല ബന്ധാവിലൂടെ നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.